പരീക്ഷ എഴുതിയ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടും ജോലി ലഭിക്കാതെ PSC ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സ്. സൂചനാ സമരത്തിന് പിന്നാലെ സജീവ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 വർഷമായിട്ടും നിയമനം വൈകിപ്പിക്കുന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. LPST റാങ്ക് ഹോൾഡേഴ്സിന് പിന്നാലെ വിവിധ വകുപ്പുകളിലേക്ക് നിയമനം പ്രതീക്ഷിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ കയറിയ PSC ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സും സമരത്തിലേക്ക് നീങ്ങുകയാണ്. സൂചനാ സമരത്തിന് പിന്നാലെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. സർക്കാർ നമുക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ പൂർവാധികം ശക്തിയോടെ നമ്മളൊരു സമരം എന്ത് ചെയ്യും, ഞങ്ങൾ തുടങ്ങും. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ്. ആ മോട്ടോർ വാഹന വകുപ്പിൽ RTOകളിലും സബ് RTOകളിലും 176 വാഹനങ്ങളുണ്ട്. അതിനകത്ത് 88 എണ്ണം അത്രയും താൽക്കാലികക്കാരാണ്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 വർഷമായിട്ടും നിയമനങ്ങൾ മാത്രം എങ്ങും എത്തിയിട്ടില്ല. ജില്ലാടിസ്ഥാനത്തിലുള്ള പല ലിസ്റ്റുകളുടെയും കാലാവധി സെപ്റ്റംബർ 18-ന് കഴിയും. അതിനു മുമ്പ് നിയമനം വേണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇല്ലെങ്കിൽ തിരുവോണനാളിൽ സമരമിരിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് 3 വർഷത്തോളമായി. ഏതാണ്ട് പകുതിയിൽ കൂടുതലോളം ജില്ലകൾ ഈ സെപ്റ്റംബർ 18-ാം തീയതി ലിസ്റ്റ് തീരുകയാണ്. അപ്പോൾ എവിടെ പോയാലും ഞങ്ങൾക്ക് വണ്ടിയില്ല എന്നുള്ള ഒരിതാണ്. വണ്ടി ഇല്ലെങ്കിൽ നിയമിക്കേണ്ടതെന്ന് കഴിഞ്ഞ കാല സർക്കാരിൻ്റെ ഒരു പ്രാബല്യത്തിലുള്ള ഒരു ഓർഡറുണ്ട്. അപ്പോൾ ആ ഓർഡർ ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്കുള്ള നിയമന നീതി നിഷേധിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ വണ്ടി ഇല്ലെങ്കിൽ വണ്ടി ഉള്ളിടത്തെല്ലാം താൽക്കാലികക്കാരാണ്. ഇടുക്കി കയ്യേറ്റമൊഴിപ്പിക്കാൻ ഉൾപ്പെടെ സർക്കാർ പ്രവർത്തനങ്ങളെ പോലും ബാധിച്ചിട്ടും വാഹനങ്ങൾ ഓടിക്കാൻ സ്ഥിരം ഡ്രൈവർമാരെ നിയമിക്കുന്നില്ല. പകരം താൽക്കാലിക ഡ്രൈവർമാർക്ക് സർക്കാർ ശമ്പളം നൽകുകയാണ്. പഠിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടിയവരാകട്ടെ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ നിലവിൽ 3 വേക്കൻസി PSCയുടെ സൈറ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വേക്കൻസിക്ക് അഡ്വൈസ് അയക്കുന്നില്ല. കാര്യം അവർ ചോദിക്കുമ്പോൾ പറയുന്നത് അത് മറ്റൊരു നോട്ടിഫിക്കേഷൻ വിളിക്കും. ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ വേറൊരു നോട്ടിഫിക്കേഷൻ വിളിക്കും LSTD ഡ്രൈവറിന് വേണ്ടിയിട്ട്. ഇത് ഞങ്ങളെ റാങ്ക് ലിസ്റ്റിനോടുള്ള അനീതിയാണ്. വിവിധ വകുപ്പുകൾക്കായി പുതിയ വാഹനങ്ങൾ വന്നിട്ടും ഇതിലേക്കും ഡ്രൈവർമാരെ നിയമിക്കാത്തതിനാൽ വാഹനങ്ങൾ പലതും സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ കിടക്കുകയാണ്. ജനം, തിരുവനന്തപുരം.